ഹായ് ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ പ്രൊഫസർ അംബ്രിഡ്ജ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി കേൾക്കാം. ഹാരിയും അംബ്രിഡ്ജും തമ്മിൽ ക്ലാസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടാകുന്നിടത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻടു ദ സ്റ്റോറി. മരിച്ച ഒരു ഡാർക്ക് വിസാർഡ് തിരിച്ചെത്തിയെന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അയാൾ മരിച്ചിട്ടില്ല, ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ അത് അയാൾ തിരിച്ചെത്തിയിട്ടുണ്ട്. മിസ്റ്റർ പോട്ടർ, നിങ്ങൾക്ക് ഇതിനകം 10 പോയിന്റ്സ് നഷ്ടപ്പെട്ടു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. അംബ്രിഡ്ജ് അവനെ നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡാർക്ക് വിസാർഡ് വീണ്ടും വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു നുണയാണ്. അത് നുണയല്ല. ഹാരിയുടെ സ്വരം കടുത്തു. ഞാൻ അയാളെ കണ്ടു. ഞാൻ അയാളോട് പോരാടി. ഡിറ്റൻഷൻ മിസ്റ്റർ പോട്ടർ, പ്രൊഫസർ അംബ്രിഡ്ജ് വിജയാഹ്ലാദത്തോടെ പറഞ്ഞു. നാളെ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ ഓഫീസിൽ. ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു നുണയാണ്. ആ ഡാർക്ക് വിസാർഡിൽ നിന്നും നിങ്ങൾക്ക് അപകടമില്ലെന്ന് മാജിക് മന്ത്രാലയം ഉറപ്പു നൽകുന്നു. നിങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ക്ലാസ് സമയത്തിന് ശേഷം എന്നെ കാണാൻ വരൂ. പുനർജനിച്ച ഡാർക്ക് വിസാർഡുകളെ കുറിച്ചുള്ള നുണകൾ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ സഹായിക്കാൻ ഞാനിവിടെയുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വായന തുടരുക. പേജ് 5, തുടക്കക്കാർക്കുള്ള അടിസ്ഥാന കാര്യങ്ങൾ. പ്രൊഫസർ അംബ്രിഡ്ജ് അവളുടെ മേശയുടെ പിന്നിൽ ഇരുന്നു. പക്ഷേ ഹാരി എഴുന്നേറ്റു. എല്ലാവരും അവനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. സീമസ് പകുതി ഭയന്നതുപോലെയും പകുതി കൗതുകത്തോടെയും നോക്കി. ഹാരി, നോ! ഹെർമിയോനി മുന്നറിയിപ്പ് നൽകുന്ന സ്വരത്തിൽ അവന്റെ സ്ലീവ്സിൽ പിടിച്ചുകൊണ്ട് മന്ത്രിച്ചു. പക്ഷെ ഹാരി തന്റെ കൈ അവളുടെ കൈ എത്താത്ത വിധം വലിച്ചു മാറ്റി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സെഡ്രിക് ഡിഗറി സ്വന്തം ഇഷ്ടപ്രകാരം വീണു മരിച്ചു അല്ലേ? ഹാരിയുടെ സ്വരം ഇടറി. ക്ലാസ്സിൽ നിന്ന് കൂട്ടശ്വാസം വലി ഉയർന്നു. കാരണം റോണും ഹെർമിയോനിയും ഒഴികെ മറ്റാരും സെഡ്രിക് മരിച്ച രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹാരി പറയുന്നത് കേട്ടിട്ടില്ല. അവർ ഹാരിയിൽ നിന്ന് പ്രൊഫസർ അംബ്രിഡ്ജിലേക്ക് ആകാംക്ഷയോടെ നോക്കി. മുഖത്ത് ഒരു കൃത്രിമ പുഞ്ചിരി പോലുമില്ലാതെ അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സെഡ്രിക് ഡിഗറിയുടെ മരണം ഒരു ദാരുണമായ അപകടമായിരുന്നു, അവൾ ശാന്തമായി പറഞ്ഞു. അതൊരു കൊലപാതകമായിരുന്നു. ഹാരി വിട്ടില്ല. അവന് സ്വയം വിറയ്ക്കുന്നതായി തോന്നി. ആരോടും ഇതേക്കുറിച്ച് അവൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ആകാംക്ഷയോടെ കേട്ടിരുന്ന 30 സഹപാഠികളോട്. വോൾഡ്മോർട്ട് അവനെ കൊന്നു, നിങ്ങൾക്കതറിയാം. പ്രൊഫസർ അംബ്രിഡ്ജിന്റെ മുഖം ശൂന്യമായി. ഒരു നിമിഷം ഹാരി അവൾ അവനെ നോക്കി അലറാൻ പോകുകയാണെന്ന് കരുതി. എന്നിട്ടവൾ ഏറ്റവും മൃദുവായ, ഏറ്റവും മധുരമുള്ള പെൺകുട്ടിയുടെ ശബ്ദത്തിൽ പറഞ്ഞു, മിസ്റ്റർ പോട്ടർ, ഇവിടെ വരൂടിയ. അവൻ കസേര മാറ്റി റോണിനെയും ഹെർമിയോനിയെയും കടന്ന് ടീച്ചറുടെ മേശക്കരികിലേക്ക് പോയി. ക്ലാസ്സിലെ മറ്റുള്ളവർ ഭയന്ന് നിൽക്കുന്നത് അവന് മനസ്സിലായി. അവന് വളരെ ദേഷ്യം വന്നു. അടുത്തതായി എന്ത് സംഭവിച്ചാലും അവന് പ്രശ്നമില്ലായിരുന്നു. പ്രൊഫസർ അംബ്രിഡ്ജ് തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു ചെറിയ കടലാസ് ചുരുൾ പുറത്തെടുത്ത് മേശപ്പുറത്ത് വെച്ച് തന്റെ ക്വിൽ ഒരു കുപ്പിമഷിയിൽ മുക്കി എഴുതാൻ തുടങ്ങി. ഹാരിക്ക് താൻ എന്താണ് എഴുതുന്നതെന്ന് കാണാൻ കഴിയാത്ത വിധം ഇരുന്നു. ആരും മിണ്ടിയില്ല. 1 മിനിറ്റിനു ശേഷം അവൾ കടലാസ് ചുരുട്ടി തന്റെ വടി ഉപയോഗിച്ച് അതിൽ തട്ടി അത് തുറക്കാൻ കഴിയാത്ത വിധം സ്വയം അടച്ചു. ഇത് പ്രൊഫസർ മക്ഗോണഗലിന് കൊടുക്കൂ. പ്രൊഫസർ അംബ്രിഡ്ജ് കുറിപ്പ് അവന് നേരെ നീട്ടി. ഒരു വാക്കുപോലും പറയാതെ അവൻ അത് വാങ്ങി മുറിവിട്ടു. റോണിനെയും ഹെർമിയോണിയെയും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ക്ലാസ് മുറിയുടെ വാതിൽ പിന്നിൽ കൊട്ടിയടച്ചു. മക്ഗോണഗലിന്റെ കുറിപ്പ് കയ്യിൽ മുറുകെ പിടിച്ച് വായുവിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ വായയുള്ള പീവ്സ് എന്ന ചാത്തന്റെ നേരെ അവൻ വളരെ വേഗത്തിൽ നടന്നു. പീവ്സ് മഷി കൊണ്ട് അമ്മാനമാടുകയായിരുന്നു. എന്താ പോയി ടി വി പോട്ടർ?
പീയൂസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 2 മഷിക്കുപ്പികൾ നിലത്തിട്ടു. അവ അവിടെ ഇടിച്ച് മഷി ചുവരുകളിൽ ചിതറി. ഹാരി പിന്നിലേക്ക് ചാടി ഒരു മുരൾച്ചയോടെ വഴിയിൽ നിന്ന് മാറി. പോ പീയൂസ്. ഓ, ക്രാക്ക്പോർട്ട് ദേഷ്യത്തിലാണോ? ഇടനാഴിയിലൂടെ ഹാരിയെ പിന്തുടർന്ന് പീയൂസ് പറഞ്ഞു. എന്റെ സുഹൃത്തേ, ഇത്തവണ എന്താണ്? ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? ദർശനങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് വിടൂ, ഞാൻ പറഞ്ഞു. ഹാരി അലറി വിളിച്ചുകൊണ്ട് അടുത്തുള്ള പടികളിലൂടെ ഓടി. പക്ഷെ പീയൂസ് വിട്ടില്ല. ഓ, മിക്കവരും കരുതുന്നത് നീ മണ്ടത്തരം പറയുകയാണെന്ന്. ദയുള്ള ചിലർ കരുതുന്നത് നീ ദുഃഖിതനാണെന്നാണ്. പക്ഷെ പീയൂസിന് നന്നായി അറിയാം നിനക്ക് ഭ്രാന്താണെന്ന്. മിണ്ടാതിരിക്ക്. അവന്റെ ഇടതുവശത്തുള്ള ഒരു വാതിൽ വേഗത്തിൽ തുറന്ന് പ്രൊഫസർ മക്ഗൊനാഗൽ അവളുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു. എന്തിനാണ് നീ ഇങ്ങനെ നിലവിളിക്കുന്നത് പോട്ടർ? അവൾ പൊട്ടിത്തെറിച്ചു. പീയൂസ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ച് കാഴ്ചയിൽ നിന്ന് മാറി. നീ എന്താ ക്ലാസ്സിൽ കയറാത്തത്? എന്നെ നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞയച്ചതാണ്, ഹാരി കടുപ്പത്തോടെ പറഞ്ഞു. പറഞ്ഞയച്ചെന്നോ? പ്രൊഫസർ അംബ്രിഡ്ജിന്റെ കുറിപ്പ് അവൻ നീട്ടി. പ്രൊഫസർ മക്ഗൊനാഗൽ അതവനിൽ നിന്ന് വാങ്ങി തന്റെ വടി ഉപയോഗിച്ച് അത് തുറന്നു. അത് നീട്ടി വായിക്കാൻ തുടങ്ങി. അംബ്രിഡ്ജ് എഴുതിയത് വായിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവരുടെ ചതുരാകൃതിയിലുള്ള കണ്ണടകൾക്ക് പിന്നിൽ നിന്ന് വശങ്ങളിലേക്ക് വലുതായി. പോട്ടർ, ഇങ്ങോട്ട് വാ. അവൻ അവളെ പിന്തുടർന്ന് അവളുടെ മുറിയിലേക്ക് കയറി. അവന്റെ പിന്നിൽ വാതിൽ യാന്ത്രികമായി അടഞ്ഞു. പ്രൊഫസർ മക്ഗൊനാഗൽ അവനെ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എന്താ ഇത്? എന്ത്? ഹാരി ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആക്രമണോത്സുകതയോടെ ചോദിച്ചു. പ്രൊഫസർ മര്യാദ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ കൂട്ടിച്ചേർത്തു. പ്രൊഫസർ അംബ്രിഡ്ജിനെതിരെ നീ ശബ്ദമുയർത്തിയെന്നത് സത്യമാണോ? അതെ, ഹാരി പറഞ്ഞു. നീ അവർ നുണ പറയുകയാണെന്ന് പറഞ്ഞോ? പറഞ്ഞു. പേര് പറയാൻ പാടില്ലാത്തവൻ തിരിച്ചു വന്നുവെന്ന് നീ പറഞ്ഞോ? ആ. നെറ്റി ചൊളിച്ചുകൊണ്ട് പ്രൊഫസർ മക്ഗൊനാഗൽ തന്റെ മേശയുടെ പിന്നിലിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, പോട്ടർ, ഒരു ബിസ്ക്കറ്റ് എടുക്ക്. എന്ത്? ഒരു ബിസ്ക്കറ്റ് എടുക്കാൻ? അവൾ അക്ഷമയോടെ ആവർത്തിച്ചു. മേശപ്പുറത്തുള്ള കടലാസുകളുടെ കൂമ്പാരങ്ങളിൽ ഒന്നിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ടാർട്ടൻ ടിൻ ചൂണ്ടിക്കാണിച്ചു. ഇരിക്കൂ. പ്രൊഫസർ മക്ഗൊനാഗലിൽ നിന്ന് ചൂരലടി പ്രതീക്ഷിച്ച ഹാരിയെ അവൾ ഗ്രിഫിൻഡോർ ക്വിഡിച്ച് ടീമിലേക്ക് നിയമിച്ച ഒരു സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവൻ അവളുടെ എതിർവശത്തുള്ള ഒരു കസേരയിലിരുന്ന് ഒരു ജിഞ്ചർ ന്യൂട്ട് കഴിച്ചു. പ്രൊഫസർ മക്ഗൊനാഗൽ പ്രൊഫസർ അംബ്രിഡ്ജിന്റെ കുറിപ്പെടുത്തു വച്ച് വളരെ ഗൗരവത്തോടെ ഹാരിയെ നോക്കി. പോട്ടർ, നീ ശ്രദ്ധിക്കണം. ഹാരി തന്റെ ജിഞ്ചർ ന്യൂട്ട് വിഴുങ്ങി അവളെ തുറിച്ചു നോക്കി. അവളുടെ ശബ്ദത്തിന്റെ സ്വരം അവന് പരിചിതമായിരുന്നില്ല. അത് ചടുലവും വ്യക്തവുമായിരുന്നില്ല. അത് താഴ്ന്നതും ഉത്കണ്ഠാകുലവും എങ്ങനെയോ പതിവിലും കൂടുതൽ മനുഷ്യത്വമുള്ളതുമായിരുന്നു. ഡൊളോറസ് അംബ്രിഡ്ജിന്റെ ക്ലാസ്സിലെ മോശം പെരുമാറ്റത്തിന് ഹൗസ് പോയിന്റുകളെക്കാളും ഡിറ്റൻഷനേക്കാളും വലിയ വില നൽകേണ്ടി വരും. എന്നുവെച്ചാൽ, പോട്ടർ, നിന്റെ സാമാന്യ ബുദ്ധി ഉപയോഗിക്ക്. അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിനക്കറിയാം. അവൾ ആരോടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും നീ അറിഞ്ഞിരിക്കണം. ക്ലാസ് അവസാനിക്കുന്നതിനുള്ള മണി മുഴങ്ങി. തലയ്ക്ക് മുകളിലൂടെയും ചുറ്റുപാടും 100 കണക്കിന് വിദ്യാർത്ഥികൾ നീങ്ങുന്നതിന്റെ ശബ്ദമുയർന്നു. നാളെ മുതൽ ഈ ആഴ്ച എല്ലാ വൈകുന്നേരവും നിന്നെ ഡിറ്റൻഷനിൽ വയ്ക്കുമെന്ന് പ്രൊഫസർ മക്ഗൊനാഗൽ കുറിപ്പിലേക്ക് നോക്കി വീണ്ടും പറഞ്ഞു. ഈ ആഴ്ച എല്ലാ വൈകുന്നേരവും? ഹാരി ഭയത്തോടെ ആവർത്തിച്ചു. പക്ഷെ പ്രൊഫസർ, നിങ്ങൾക്ക്... ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രൊഫസർ മക്ഗൊനാഗൽ തുറന്നു പറഞ്ഞു. പക്ഷേ അവർ നിങ്ങളുടെ അധ്യാപികയാണ്. നിന്നെ ഡിറ്റൻഷനിൽ വയ്ക്കാൻ അവർക്ക് എല്ലാ അവകാശവുമുണ്ട്. ആദ്യത്തെ ഡിറ്റൻഷന് വേണ്ടി നാളെ 5 മണിക്ക് നീ അവളുടെ മുറിയിലേക്ക് പോകണം. പിന്നെ
ഡൊളോറസ് അംബ്രിഡ്ജിനോട് ശ്രദ്ധാപൂർവം പെരുമാറണം. പക്ഷെ ഞാൻ സത്യം പറയുകയായിരുന്നു, ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു. വോൾഡമോർട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കും അതറിയാം, പ്രൊഫസർ ഡംബിൾഡോറിനും അറിയാം. നിർത്ത് പോട്ടർ, പ്രൊഫസർ മക്ഗോണാഗൽ ദേഷ്യത്തോടെ കണ്ണട നേരെയാക്കി പറഞ്ഞു. അവൻ വോൾഡമോർട്ടിന്റെ പേരുപയോഗിച്ചപ്പോൾ അവൾ മുഖം ചുളിച്ചു. ഇത് സത്യത്തെയും നുണയെയും കുറിച്ചല്ല. നിന്റെ തല താഴ്ത്തി നിന്റെ കോപം നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അവൾ എഴുന്നേറ്റു. അവളുടെ മൂക്ക് വിടർന്ന് വായ വളരെ നേർത്തിരുന്നു. ഹാരിയും നിന്നു. ഒരു ബിസ്ക്കറ്റ് കൂടി എടുക്ക്. അവൾ ദേഷ്യത്തോടെ ടിൻ അവന്റെ നേരെ നീട്ടി. വേണ്ട, താങ്ക്സ്. എടുക്ക്. അവൻ ഒരെണ്ണം എടുത്തു. താങ്ക്സ്, അവൻ മടിച്ചു പറഞ്ഞു. പോട്ടർ, ടേമിന്റെ തുടക്കത്തിൽ ഡൊളോറസ് അംബ്രിഡ്ജിന്റെ പ്രസംഗം നീ കേട്ടില്ലേ? ആ, ഹാരി പറഞ്ഞു. അവർ പുരോഗതി നിരോധിക്കപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മിനിസ്ട്രി ഓഫ് മാജിക് ഹോഗ്വാർട്സിൽ ഇടപെടാൻ പോകുകയാണെന്ന്. പ്രൊഫസർ മക്ഗോണാഗൽ ഒരു നിമിഷം അവനെ നോക്കി ശ്വാസമെടുത്തു. പിന്നെ അവളുടെ മേശയ്ക്ക് കുറുകെ നടന്ന് അവനായി വാതിൽ തുറന്നു പിടിച്ചു. എന്തായാലും ഏതു വിധേനയും ഹെർമിയോനി ഗ്രേഞ്ചറെ നീ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൾ അവനെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൈകാണിച്ചു പറഞ്ഞു. അപ്പോൾ ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 13, ഡിറ്റൻഷൻ വിത്ത് ഡൊളോറസ്. ഗ്രേറ്റ് ഹാളിലെ അന്നത്തെ ഡിന്നർ ഹാരിക്കത്ര രസകരമായിരുന്നില്ല. അവനും അംബ്രിഡ്ജും തമ്മിലുണ്ടായ വാഗ്വാദ വാർത്ത ഹോഗ്വാർട്സിന്റെ സാധാരണ നിലവാരത്തെക്കാളും വേഗത്തിൽ പരന്നു. റോണിനും ഹെർമിയോനിക്കും ഇടയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ചുറ്റും മന്ത്രിപ്പുകൾ കേട്ടു. രസകരമായ കാര്യം, മന്ത്രിക്കുന്നവർ അതവനെ കേൾപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു സംസാരം. അത് കേട്ട് അവൻ ദേഷ്യപ്പെട്ട് വീണ്ടും അലറി വിളിക്കാൻ തുടങ്ങിയാൽ അവന്റെ കഥ നേരിട്ട് കേൾക്കാൻ കഴിയും. സെഡ്രിക് ഡിഗറി കൊല്ലപ്പെട്ടത് അവൻ കണ്ടിട്ടുണ്ടെന്ന്. അവൻ യൂനോഹു എന്നയാളോട് യുദ്ധം ചെയ്തത്രേ. പിന്നെ ആരെയാണ് അവൻ പറ്റിക്കുന്നതെന്നാണ് അവൻ കരുതുന്നത്? ഓ പ്ലീസ്, എനിക്ക് മനസ്സിലാകാത്തത്. ഹാരി വിറയ്ക്കുന്ന ശബ്ദത്തിൽ തന്റെ കത്തിയും ഫോർക്കും താഴെ വച്ചുകൊണ്ട് പറഞ്ഞു. നേരെ നിൽക്കാതെ അവന്റെ കൈകൾ വളരെയധികം വിറച്ചു. ഈ ആൾക്കാരെല്ലാം 2 മാസം മുമ്പ് ഡംബിൾഡോർ ഇതേ കഥ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വിശ്വസിച്ചതെന്നാണ്. ഹാരി അവരത് വിശ്വസിച്ചിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല, ഹെർമിയോനി പറഞ്ഞു. ഓ വാ, നമുക്കിവിടെ നിന്ന് പോകാം. അവൾ സ്വന്തം കത്തിയും ഫോർക്കും താഴെ വെച്ചു. റോൺ കൊതിയോടെ തന്റെ പകുതി പൂർത്തിയായ ആപ്പിൾ പൈയിൽ നോക്കി. ശേഷം അവരെ പിന്തുടർന്നു. ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴി മുഴുവൻ ആളുകളും അവരെ തുറിച്ചു നോക്കി. ഇവർ ഡംബിൾഡോറിനെ വിശ്വസിച്ചില്ലെന്ന് പറയുന്നതിലൂടെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? 1-ാം നിലയിലെ ലാൻഡിങ്ങിൽ എത്തിയപ്പോൾ ഹാരി ഹെർമിയോനിയോട് ചോദിച്ചു. നോക്ക്, അത് നടന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. ഹെർമിയോനി ശബ്ദം താഴ്ത്തി. സെഡ്രിക്കിന്റെ മൃതദേഹം പിടിച്ചുകൊണ്ടാണ് പുൽത്തകിഴിയുടെ നടുവിൽ നീ തിരിച്ചെത്തിയത്. മെയ്സിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. യൂനോഹോ തിരിച്ചു വന്നെന്നും സെഡ്രിക്കിനെ കൊന്നെന്നും നിന്നോട് പോരാടിയെന്നും ഡംബിൾഡോറാണ് ഞങ്ങളോട് പറഞ്ഞത്. അതാണ് സത്യം, ഹാരി ഉറക്കെ പറഞ്ഞു. അതെനിക്കറിയാം ഹാരി, അതുകൊണ്ട് നീ എന്റെ തല തിന്നുന്നത് നിർത്ത്, ഹെർമിയോനി ക്ഷീണിതയായി പറഞ്ഞു. സത്യം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് എല്ലാവരും വീട്ടിലേക്ക് വേനലവധിക്ക് പോയി. അവർ അവിടെ 2 മാസം നീ ഒരു ഭ്രാന്തനാണെന്നും ഡംബിൾഡോർ വാർദ്ധക്യത്തിലേക്ക് പോകുകയാണെന്നും വായിച്ചു കൊണ്ടിരുന്നു. ഗ്രിഫിൻഡോർ ടവറിലേക്കുള്ള ആളൊഴിഞ്ഞ
ഇടനാഴികളിലൂടെ അവർ നടക്കുമ്പോൾ ജനൽപ്പാളികളിൽ മഴത്തുള്ളികൾ പതിഞ്ഞു. ആദ്യ ദിവസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യം ഹാരിക്ക് തോന്നി. പക്ഷേ ഉറങ്ങുന്നതിനു മുമ്പ് അവന് ഒരുപാട് ഗൃഹപാഠങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവന്റെ വലതു കണ്ണിൽ ഒരു മങ്ങിയ വേദന പടർന്നു. ഫാറ്റ് ലേഡിയുടെ ഇടനാഴിയിലേക്ക് തിരിയുമ്പോൾ അവൻ മഴയിൽ നനഞ്ഞ ജനാലയിലൂടെ ഇരുണ്ട മൈതാനത്തേക്ക് നോക്കി. ഹാഗ്രിഡിന്റെ ക്യാബിനിൽ ഇപ്പോഴും വെളിച്ചമില്ലായിരുന്നു. മിംബുലസ് മിംബിൾട്ടോണിയ, തടിച്ച സ്ത്രീ ചോദിക്കുന്നതിനു മുമ്പ് ഹെർമിയോനി പറഞ്ഞു. ഛായാചിത്രം തുറന്ന് അതിന്റെ പിന്നിലെ ദ്വാരം വെളിപ്പെട്ടു. അവർ മൂവരും അതിലൂടെ നൂണ്ടു കയറി. കോമൺ റൂം ഏതാണ്ട് ശൂന്യമായിരുന്നു. മിക്കവാറും എല്ലാവരും അത്താഴത്തിന് താഴെയായിരുന്നു. അവരെ കണ്ട് ക്രൂക്ക്ഷാങ്സ് ഒരു ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഉച്ചത്തിൽ മുരളിക്കൊണ്ട് ഓടിയെത്തി. ഹാരിയും റോണും ഹെർമിയോനിയും തീയുടെ അരികിൽ അവരുടെ പ്രിയപ്പെട്ട 3 കസേരകളിൽ ഇരുന്നു. ക്രൂക്ക്ഷാങ്സ് ഹെർമിയോനിയുടെ മടിയിലേക്ക് പതുക്കെ ചാടി. രോമമുള്ള ജിഞ്ചർ തലയണ പോലെ അവിടെ ചുരുണ്ടുകൂടി. ഹാരി ക്ഷീണിതനായി തീജ്വാലകളിലേക്ക് നോക്കിയിരുന്നു. ഡംബിൾഡോർ ഇതെങ്ങനെ അനുവദിച്ചു കൊടുത്തു? ഹെർമിയോനി പെട്ടെന്ന് ആക്രോശിച്ചു. ഹാരിയും റോണും ഞെട്ടിപ്പോയി. ക്രൂക്ക്ഷാങ്സ് അവളുടെ മേൽ നിന്ന് ചാടി. ഹെർമിയോനി കോപത്തോടെ അവളുടെ കസേരകളുടെ കൈകളിൽ ഇടിച്ചു. അതിന്റെ വിടവുകളിൽ നിന്ന് പഞ്ഞി പുറത്തേക്കൊഴുകി. ആ ദുഷ്ട സ്ത്രീയെ നമ്മളെ പഠിപ്പിക്കാൻ വിടാൻ അദ്ദേഹം എങ്ങനെ അനുവദിച്ചു? അതും നമ്മുടെ ഔൾ വർഷത്തിൽ. അതിന് നമുക്കിതുവരെ ഒരിക്കലും നല്ലൊരു ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് ടീച്ചർ ഉണ്ടായിട്ടില്ലല്ലോ. ഹാരി തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. അതെന്താണെന്ന് നിനക്കറിയാമല്ലോ. ഒരിക്കൽ ഹാഗ്രിഡ് നമ്മളോട് പറഞ്ഞിരുന്നു ആ ജോലി ആർക്കും വേണ്ടെന്ന്. അതെന്തോ ദുർമന്ത്രവാദം ചെയ്യപ്പെട്ട ജോലിയാണെന്ന്. ശരിയായിരിക്കാം. എന്നാലും ഒരു മാജിക്കും ചെയ്യാൻ അനുവദിക്കാത്ത ഒരാളെയാണോ ജോലിക്കെടുക്കേണ്ടത്? ഡംബിൾഡോർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോരാത്തതിന് ആൾക്കാരെ കൊണ്ട് അവൾക്ക് വേണ്ടി ചാരപ്പണി നടത്തിപ്പിക്കാനും ശ്രമിക്കുന്നു. റോൺ ഓർത്തെടുത്തു. കേട്ടില്ലേ അവൾ പറഞ്ഞത്? യൂനോഹു തിരിച്ചു വന്നെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നമ്മൾ ചെന്ന് അവരോട് പറയണമത്രേ. ഓ റോൺ, തീർച്ചയായും അവർ നമ്മളെ ചാരപ്പണി ചെയ്യാൻ വന്നതാണ്, അത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഫഡ്ജ് എന്തിന് അവരെ ഇവിടെ നിയമിക്കണം? ഹെർമിയോനി പറഞ്ഞു. ഇനി വഴക്ക് തുടങ്ങണ്ട. റോൺ മറുപടി നൽകാൻ വായ തുറന്നപ്പോൾ ഹാരി ക്ഷീണിതനായി പറഞ്ഞു. എങ്കിൽ നമുക്ക് ഹോംവർക്ക് ചെയ്യാം. ഇതൊക്കെ ഒന്ന് മറക്കട്ടെ. ഒരു മൂലയിൽ നിന്ന് സ്കൂൾ ബാഗുകൾ എടുത്തുകൊണ്ടുവന്ന് അവർ വീണ്ടും കസേരകളിൽ ഇരുന്നു. കുട്ടികൾ ഇപ്പോൾ അത്താഴം കഴിഞ്ഞ് തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. പോർട്രേറ്റ് ദ്വാരത്തിൽ നിന്ന് ഹാരി മുഖം തിരിച്ചു. പക്ഷെ അവൻ ഇപ്പോഴും ധാരാളം നോട്ടങ്ങൾ ആകർഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. നമുക്ക് സ്നേഹിപ്പിന്റെ ആദ്യം ചെയ്താലോ? തന്റെ ക്വിൽ മഷിയിൽ മുക്കി റോൺ ചോദിച്ചു. മൂൺ സ്റ്റോണിന്റെ സവിശേഷതകളും അതിൻ്റെ ഉപയോഗങ്ങളും പറഞ്ഞുകൊണ്ട് അവൻ എഴുതി. അവൻ തലക്കെട്ടിന് അടിവരയിട്ടു. തുടർന്ന് പ്രതീക്ഷയോടെ ഹെർമിയോണിയെ നോക്കി. അപ്പോൾ പറ, മൂൺസ്റ്റോണിൻ്റെ സവിശേഷതകളും അതിൻ്റെ ഉപയോഗങ്ങളും എന്തൊക്കെയാണ്? എന്നാൽ ഹെർമിയോനി അത് കേൾക്കുന്നില്ലായിരുന്നു. അവൾ മുറിയുടെ മൂലയിൽ നോക്കിയിരിപ്പായിരുന്നു. അവിടെ നിഷ്കളങ്കരായ കുറച്ച് ഫസ്റ്റ് ഇയേഴ്സിന് നടുവിലിരിക്കുന്ന ഫ്രെഡിനെയും ജോർജിനെയും ലീ ജോർദാനെയും നോക്കിക്കൊണ്ട്. ഫ്രെഡിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു വലിയ പേപ്പർ ബാഗിൽ നിന്ന് എന്തോ ഒന്നെടുത്ത് അവർ ചവച്ചുകൊണ്ടിരുന്നു. ഇവരിത് എന്താണ് ചെയ്യുന്നത്? ദേഷ്യത്തോടെ ഹെർമിയോനി എഴുന്നേറ്റു. വാ റോൺ. ഞാനോ? എന്തിന്? റോൺ സമയം കിട്ടാൻ വേണ്ടി പലതും പറഞ്ഞ് ഇരുന്നു. ഹെർമിയോനി വേണ്ട, എന്തെങ്കിലും സ്വീറ്റ്സോ മറ്റോ കൊടുക്കുന്നതാവും. നിനക്ക് നന്നായി അറിയാം അവൻ നോസ് ബ്ലീഡ് നൗഗട്ട്സോ അല്ലെങ്കിൽ പുക്കിംഗ് പാസ്റ്റിൽസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിനിങ് ഫാൻസിസ്. ഹാരി പതിയെ നിർദ്ദേശിച്ചു. അദൃശ്യമായ ഒരു ചുറ്റിക കൊണ്ട് തലയിലടിച്ചതുപോലെ 1ാം വർഷ കുട്ടികൾ ഓരോരുത്തരായി സീറ്റിൽ ബോധരഹിതരായി വീണു. ചിലർ തറയിലേക്ക് വീണു.
മറ്റുള്ളവർ കസേരകളുടെ കൈകളിൽ തൂങ്ങി നാവ് പുറത്തേക്കിട്ടു. കണ്ടുനിന്നവരിൽ ഭൂരിഭാഗം പേരും ചിരിച്ചു. ഹെർമിയോനി അവളുടെ തോളുകൾ ഉയർത്തി ഫ്രെഡും ജോർജും ക്ലിപ്പ് ബോർഡുമായി നിൽക്കുന്നിടത്തേക്ക് നടന്നു. അവർ ബോധരഹിതരാവുന്ന കുട്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. റോൺ തന്റെ കസേരയിൽ നിന്ന് പകുതിയോളം എഴുന്നേറ്റു. 1-2 നിമിഷം അനിശ്ചിതത്വത്തിൽ നിന്നു. തുടർന്ന് ഹാരിയോട് മന്ത്രിച്ചു. അവൾ നോക്കിക്കോളും. തുടർന്ന് അവന്റെ മെലിഞ്ഞ ശരീരം കസേരയിൽ ഒതുക്കി താണിരുന്നു. മതി, ഹെർമിയോനി ഫ്രെഡിനോടും ജോർജിനോടും ശബ്ദമുയർത്തി പറഞ്ഞു. ഇരുവരും നേരിയ ആശ്ചര്യത്തോടെ മുകളിലേക്ക് നോക്കി. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്, ജോർജ് തലയാട്ടി പറഞ്ഞു. ഈ ഡോസ് മതിയെന്ന് തോന്നുന്നു, അല്ലേ? ഇന്ന് രാവിലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഈ വൃത്തികേട് പരീക്ഷിക്കാൻ പാടില്ലെന്ന്? ഞങ്ങൾ അവർക്ക് പണം കൊടുക്കുന്നുണ്ട്. ഫ്രെഡ് ദേഷ്യപ്പെട്ടു. അതിന് ഇത് അപകടകരമാണ്. ഓഹ്, കഷ്ടം, ഫ്രെഡ് പറഞ്ഞു. റിലാക്സ് ഹെർമിയോണി, അവർക്ക് ഒരു കുഴപ്പവുമില്ല. ഫസ്റ്റ് ഇയേഴ്സിൽ നിന്ന് ഫസ്റ്റ് ഇയേഴ്സിലേക്ക് നടന്നുകൊണ്ട് ലീ അവളെ ആശ്വസിപ്പിച്ചു. അവരുടെ തുറന്ന വായിൽ പർപ്പിൾ മധുര പലഹാരങ്ങൾ തിരുകി കയറ്റി. അതെ, നോക്ക്, അവരിപ്പോൾ ശരിയായി വരുന്നുണ്ട്, ജോർജ് പറഞ്ഞു. തങ്ങൾ തറയിൽ കിടക്കുന്നതും കസേരകളിൽ തൂങ്ങിക്കിടക്കുന്നതും കണ്ട് ബോധം തിരിച്ചു വന്ന ഫസ്റ്റ് ഇയേഴ്സിൽ പലരും ഞെട്ടിപ്പോയി. ആ സാധനം എന്തു ചെയ്യുമെന്ന് ഫ്രെഡും ജോർജും അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് ഹാരിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ അല്ലേ? ജോർജ് തന്റെ കാൽക്കൽ കിടന്ന ചെറിയ കറുത്ത മുടിയുള്ള പെൺകുട്ടിയോട് ദയയോടെ ചോദിച്ചു. ആ ആ അങ്ങനെ തോന്നുന്നു, അവൾ വിറയലോടെ പറഞ്ഞു. എക്സലന്റ്, ഫ്രെഡ് സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഹെർമിയോനി അവന്റെ കൈകളിൽ നിന്ന് ക്ലിപ്പ് ബോർഡും ഫെയിന്റിംഗ് ഫാൻസിയുടെ പേപ്പർ ബാഗും തട്ടിപ്പറിച്ചു. ഇത് എക്സലന്റ് അല്ല. നിനക്ക് എന്താ? അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അല്ലേ? ഫ്രെഡ് കയർത്തു. ഇതിവിടെ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ? ഞങ്ങൾ അവരെ രോഗികളാക്കാനൊന്നും പോകുന്നില്ല. ഇതെല്ലാം ഞങ്ങൾ സ്വയം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണിത്. നീ ഇത് ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നീ ഡിറ്റൻഷനിൽ വെക്കുമോ? നീ എന്ത് ചെയ്യുമെന്ന ഉദ്ദേശത്തോടെ ഫ്രെഡ് ചോദിച്ചു. നീ ഞങ്ങൾക്ക് ഇമ്പോസിഷൻ തരുമോ? പുഞ്ചിരിച്ചുകൊണ്ട് ജോർജും കൂടെ കൂടി. മുറിയിലുടനീളമുള്ള കാഴ്ചക്കാർ ചിരിച്ചു. ഹെർമിയോനി നിവർന്നു നിന്നു. അവളുടെ കണ്ണുകൾ ഇടുങ്ങി. മുടി മിന്നലേറ്റതുപോലെ ഉയർന്നു. ഇല്ല, അവളുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷേ ഞാൻ നിന്റെ അമ്മയ്ക്ക് എഴുതും. ജോർജ് ഭയന്ന് അവളിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വച്ചു. സത്യം, ഞാനത് ചെയ്തിരിക്കും, ഹെർമിയോനി തറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ ഈ അനാവശ്യം സ്വയം കഴിക്കുന്നത് തടയാൻ എനിക്കാവില്ല. പക്ഷേ നിങ്ങളിത് ഫസ്റ്റ് ഇയേഴ്സിന് നൽകരുത്. ഫ്രെഡും ജോർജും ഞെട്ടിത്തരിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഹെർമിയോണിയുടെ ഭീഷണി അന്യായമായിരുന്നു. അവസാനമായി അവരെ ഒന്ന് താക്കീതെന്ന വണ്ണം നോക്കിയ ശേഷം അവൾ ഫ്രെഡിന്റെ ക്ലിപ്പ് ബോർഡും ബാഗും അവന്റെ കൈകളിലേക്ക് തിരികെ കൊടുത്ത് തീയുടെ അരികിൽ അവളുടെ കസേരയിലേക്ക് മടങ്ങി. റോൺ ഇപ്പോൾ സീറ്റിൽ വളരെ താഴ്ന്നിരുന്നു. അവന്റെ മൂക്ക് കാൽമുട്ടുകളിൽ തൊട്ടു. നിന്റെ പിന്തുണയ്ക്ക് നന്ദി റോൺ, ഹെർമിയോനി രൂക്ഷമായി പറഞ്ഞു. നീ അത് ഒറ്റയ്ക്ക് തന്നെ നന്നായി ചെയ്തു, റോൺ പിറുപിറുത്തു. ഹെർമിയോനി തന്റെ ശൂന്യമായ കടലാസ് കഷ്ണത്തിലേക്ക് കുറച്ച് നിമിഷങ്ങൾ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഓഹ്, ഇതിന്നിനി വേണ്ട. എനിക്കിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഞാൻ ഉറങ്ങാൻ പോകുന്നു. അവൾ ബാഗ് തുറന്നു. പുസ്തകങ്ങൾ എടുത്തു വെക്കാൻ പോകുകയാണെന്ന് ഹാരി കരുതി. പക്ഷേ പകരം അവൾ 2 ആകൃതിയില്ലാത്ത കമ്പിളി വസ്തുക്കൾ പുറത്തെടുത്ത്
അടുപ്പിനടുത്തുള്ള ഒരു മേശപ്പുറത്ത് ശ്രദ്ധാപൂർവം വച്ചു. കുറച്ച് കീറിപ്പറഞ്ഞ കടലാസ് കഷ്ണങ്ങളും ഒരു പൊട്ടിയ ക്വില്ലും അതിനു മുകളിൽ എടുത്തു വച്ചു. ശേഷം ആ കാഴ്ച ആസ്വദിക്കാൻ എന്നവണ്ണം പിന്നിലേക്ക് മാറി നിന്നു. നീ ഇതെന്തായി ചെയ്യുന്നത്? അവളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഭയപ്പെടുന്നത് പോലെ റോൺ അവളെ നോക്കി ചോദിച്ചു. ഇത് ഹൗസ് എൽഫിനുള്ള തൊപ്പികളാണ്, അവൾ വേഗത്തിൽ പറഞ്ഞു. എന്നിട്ട് അവളുടെ പുസ്തകങ്ങൾ ബാഗിലേക്ക് തിരികെ നിറച്ചു. വേനൽക്കാലത്ത് ഞാൻ ചെയ്തതാണിത്. മാന്ത്രികതയില്ലാതെ വളരെ പതിയെ നെയ്യാൻ എനിക്ക് പറ്റും. പക്ഷെ ഇപ്പോൾ സ്കൂളിലെത്തിയല്ലോ, അതുകൊണ്ടിനി എനിക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും. ഹൗസ് എൽഫുകൾക്ക് തൊപ്പികൾ വച്ചിട്ട് പോകുകയാണോ നീ? റോൺ പതിയെ ചോദിച്ചു. ഈ വേസ്റ്റിന്റെ അടിയിൽ ഹൗസ് എൽഫുകൾക്ക് തൊപ്പികൾ വെച്ചിട്ട് പോവുകയാണോ നീ? അതെ, തന്റെ ബാഗ് പുറകിലേക്കിട്ട് ഹെർമിയോനി ധിക്കാരത്തോടെ പറഞ്ഞു. ഇത് ശരിയല്ല ഹെർമിയോനി. റോൺ ദേഷ്യപ്പെട്ടു. അവരെ കബളിപ്പിച്ച് തൊപ്പികൾ എടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് നീ. അവർക്ക് സ്വതന്ത്രരാകാൻ താല്പര്യമില്ലാത്തപ്പോൾ നീ അവരെ സ്വതന്ത്രരാക്കുകയാണ്. തീർച്ചയായും അവർക്ക് സ്വാതന്ത്ര്യം വേണം. ഹെർമിയോനിയും വിട്ടുകൊടുത്തില്ല. അവളുടെ മുഖം ചുവന്നു തുടുത്തു. ആ തൊപ്പികളിൽ തൊട്ടു പോകരുത് റോൺ, പറഞ്ഞേക്കാം. അവൾ പോയി. തുടർന്ന് കമ്പിളിത്തൊപ്പികളിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കി. എടുക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് അവരെടുത്തോട്ടെ, അവൻ ഉറച്ചു പറഞ്ഞു.